താങ്ക് യു ജീസസ്. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നമുക്ക് ആലയത്തിൽ കടന്നു നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഓരോ ശുശ്രൂഷയിൽ കൂടെയൊക്കെയും കൂടെ ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആദ്യമായിട്ട് നമ്മൾ ദൈവവചനം അമീസ് ബൈബിൾ ക്ലാസ്സിൽ കൂടെയൊക്കെ കേട്ടതായ ജോസഫ് പാസ്റ്റർ കൂടെ കേട്ടതായ ദൈവവചനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ എപ്രകാരം ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസനിൽ കൂടെ തൻ്റെ ഉപേക്ഷത്തിൽ കൂടെ നമ്മളോട് മനസ്സിലാക്കി തന്നു. താങ്ക് യു ലോർഡ്. നമ്മൾ ആ വചനത്തിൽ നിലനിന്നാൽ അല്ലെങ്കിൽ ഉറച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ആരാധനയ്ക്കൊക്കെ ആരാധനയിൽ കൂടെ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ഇടയായി. അപ്പം വെള്ളം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഈ സീ സൈഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? വിനോദ് പാഷ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. സീ സൈഡ് ഇഷ്ടമാണോ? ആണോ? എങ്ങനെ? നാട്ടിൽ സീ സൈഡ്. അപ്പം സീ സൈഡൊക്കെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇവിടെ പാടിയൊരു പാട്ട് ഓർക്കുന്നുണ്ടോ? കണ്ണുനീർ താഴ്വര ജലാശയമായി തീരും. ആ പാട്ട് പാടിയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്, നിന്റെ കണ്ണുനീര് നീ എവിടെ കരഞ്ഞിട്ടുണ്ടോ അത് ജലാശയമായിട്ട് മാറും. നിന്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് അത് മാറും. നിന്റെ കരച്ചിലിനെ ജലാശയമാക്കി. ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും? എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? കണ്ണുനീരിനെ ജലാശയമാക്കി മാറ്റി നമ്മുടെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വളരെ അടുത്തു എന്നുള്ള ഒരു ദൈവവചനം മനസ്സിലാക്കിക്കോണം. ഇനി ഈ ദൈവവചനമൊക്കെ നമ്മൾ എന്താ പറഞ്ഞേ ഏറ്റെടുക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ. പക്ഷെ പറഞ്ഞു വെപ്പൺ അല്ലെങ്കിൽ ആയുധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ആയുധത്തിൻ്റെ കാര്യങ്ങളൊക്കെ എത്ര ആയുധം ഉണ്ടെങ്കിലും നമ്മളത് കയ്യിലെടുക്കണം. നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രവർത്തന ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ദൈവം നമ്മുടെ കയ്യിൽ ഈ വചനമാകുന്ന നിന്റെ വചനം കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവും, അതുപോലെ തന്നെ ദൈവവചനം എന്താ? വചനമെന്ന് വാളെടുക്കണം. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഇതൊരു ആര് പറയുന്നു എന്നുള്ളതല്ല, വ്യക്തിക്ക് അവിടെ യാതൊരു പ്രസക്തിയില്ല. ദൈവവചനമാണ് ദൈവത്തിന് പ്രസക്തി. ആ വചനം നമ്മൾ അതേ രീതിയിൽ നമ്മൾ ഏറ്റെടുക്കണം. എന്നോടുള്ള ദൈവവചനമാണ്. ഞാൻ കരഞ്ഞ് എൻ്റെ കണ്ണുനീര് എൻ്റെ ദൈവം എനിക്ക് ജലാശയമാക്കി മാറ്റാൻ പോവാ. ജലാശയമാക്കി മാറ്റാൻ പോവാ. അത് ഞാൻ കാണും. അവിടെ നമുക്കൊരു ഫൈറ്റിംഗ് ഉണ്ട്. നമ്മുടെ എനിമിക്ക് എതിരായിട്ട് നമുക്കൊരു ഫൈറ്റിംഗ് ഉണ്ട്. ദൈവവചനമാകുന്ന ആ വാളെടുത്ത് നമ്മളെ ആ ശത്രുവിനെ നമ്മൾ നിഗ്രഹിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ പറയാം. വാളും നമുക്ക് സാധാരണ പെന്തക്കോസ്തുകാർ എങ്ങനെയാ എപ്പോഴും കർത്താവേ നിന്നെ പരിപാലിച്ചു, നിന്നെ സൂക്ഷിച്ചു, കൃപയ്ക്കും കരുണയ്ക്കുമായ സ്തോത്രം. എല്ലാവരും ടെസ്റ്റിമണി ഉണ്ട് കേട്ടോ. എന്താ അനുഭവം? പരിച. ഓക്കെ, ഷീൽഡ്. ഈ ഷീൽഡ് മാത്രം മതിയോ നമുക്ക്? ഷീൽഡ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ വചനമാകുന്ന വാളെടുത്തും വെട്ടിയാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുകയുള്ളൂ. സമാധാനം വേണോ, സ്വസ്ഥത വേണോ, സ്വസ്ഥത ഉള്ള വെള്ളത്തിനരികത്തേക്ക് നീ നടക്കണോ എങ്കിലോ ദൈവവചനം എടുക്കണം.
അല്ലാതെ അവിടെ കരച്ചിലല്ലെന്നേ. ആമേൻ. വചനത്താലാണ് നമ്മൾ ശത്രുവിനെ ഓവർകം ചെയ്യേണ്ടത്. ദൈവ വചനം എടുത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് എന്നോടുള്ള പ്രോമിസ് ആമേൻ. ആദ്യമേ കേട്ടു. ഇത് എന്നോടുള്ള പ്രോമിസ്, എന്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവകാശം, അധികാരം, നമുക്ക് തന്നിരിക്കുന്ന സകലതും നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ദാനവാ, ദൈവത്തിന്റെ കൃപയാ. അത് നമ്മൾ പ്രാപിക്കണം, നമ്മൾ ഏറ്റെടുക്കണം. അതിന് നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം. ആമേൻ. സ്തോത്രം. അതെങ്ങനെ വിശ്വാസം എന്ന് പറയുമ്പോഴത്തെ വീണ്ടും ഈ വാളെടുത്തിട്ട് കൈ വറച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വല്ല കാര്യം നടക്കുമോ? അവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഗണ്ണ് ഏത് LK-47 ആയെന്ന് പറഞ്ഞാലും കൈ വരച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അവന് ഷൂട്ട് ചെയ്യാൻ പോവോ? ഇല്ല. ബോൾഡായിട്ട് നിൽക്കണം. ഇല്ല, എൻ്റെ ദൈവം എന്നോട് കൂടിയുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടിയുണ്ട്, ഒരു ശത്രുവിനെ എന്നെ കീഴ്പ്പെടുത്താൻ ഒക്കത്തില്ല. അതൊരു ബോൾഡ്നെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭയപ്പെടരുത്. ആമേൻ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? എവരി ഡേ ദൈവത്തിന്റെ വചനം നമ്മോട് പേടിക്കരുത്, ഭയപ്പെടരുത്. ഭയപ്പെടുന്നവനെ എന്ത് ചെയ്യണം? യുദ്ധത്തിൽ പോയ ഗിദെയോനോട് കൂടെ പോയവര് ഭയപ്പെടുന്നവരൊക്കെ എന്താ പറഞ്ഞു? വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഭയപ്പെടുന്നവരിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തില്ലെന്നേ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തില്ല. അവനെന്നും കരഞ്ഞോണ്ട് നടക്കുകയുള്ളൂ, അവനെന്നും പ്രശ്നവും പറഞ്ഞുകൊണ്ട് നടക്കുകയുള്ളൂ, അവനെന്നും കണ്ണുനീരും പറഞ്ഞുകൊണ്ട് നടക്കുകയുള്ളൂ. നോ, വിടുതൽ നടക്കത്തില്ല. വിടുതൽ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ വെപ്പൻ, ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ലോങ് ടൈം, ഒത്തിരി നാൾ മുമ്പ് ഈ നാഷണൽ ജിയോഗ്രാഫിക് ചാനലിനകത്ത് ഇങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു കാര്യം ഇങ്ങനെ ഞാൻ കണ്ടു. അതായത് ഒരു വൈൽഡ് ആനിമല്, മീൻസ് എനിക്ക് തോന്നുന്ന കെനിയയിലോ, മീൻസ് ഒരു ലയൺ, അതിനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാട്ടിൽ നിന്ന് വെളിയിൽ വന്ന് ഈ ആൾക്കാർ പാർക്കുന്ന സ്ഥലത്ത് കടന്നു വന്നിട്ട് എന്ത് ചെയ്യും? ആൾക്കാരെ കൊല്ലുക. അപ്പോൾ അവിടുത്തെ ആൾക്കാർ നോക്കിയിട്ടൊന്നും ഇതിനെ കൊല്ലാൻ സാധിക്കുന്നില്ല. അത്ര അഗ്രസീവായിട്ടുള്ള ഒരു ലയണ. അപ്പം അതിനുശേഷം പിന്നെ അത് ഈ ബ്രിട്ടനിൽ മീൻസ് അവരൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരില്ല, അതിൽ ഒരാൾ പറഞ്ഞു അതിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഗണ്ണുമായിട്ട്, അതിൻ്റെ ആ കംപ്ലീറ്റ് പിക്ചറും സഹിതമാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഗണ്ണുമായിട്ട് അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടൊന്നും ബോഡിഗാർഡല്ല ഗൈഡും ഒക്കെ ഉണ്ട്. കാര്യം എവിടെയാണ് ലൈൻ ഇരിക്കുന്നതെന്നുള്ള കാര്യം, അത് മീൻസ് അവിടുത്തെ ആൾക്കാർ തന്നെ രണ്ടൊന്ന് പേരുണ്ട്. അപ്പം ഇവരെ കണ്ടു, ഇവരിങ്ങനെ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് ലയൺ അവനിങ്ങനെ ചീറി പാഞ്ഞ് ഇവരുടെ നേരെ വരുക. വന്ന സമയത്ത് ഈ മനുഷ്യൻ ഒഴികെ, ഈ വൈറ്റ് ഗായ് ഒഴികെ മറ്റുള്ളവരെല്ലാവരും ഓടി, മരത്തേലും അവിടെ ഇവിടെ എല്ലാം ഓടിക്കേറി. ഈ മനുഷ്യൻ മാത്രം തൻ്റെ ഗണ്ണുമായിട്ട് ഇങ്ങനെ അയക്കുക, ഒരു കൂസലില്ല. അദ്ദേഹം അവിടെ നിന്നതിന് ശേഷം അത് ഏതാണ്ട് ഓൾമോസ്റ്റ് നിയർ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൻ്റെ ശക്തി അവിടെ ഒന്ന് പ്രയോഗിച്ചു. ചീറിപ്പാഞ്ഞ് വന്ന ആ ലയണ തല കുത്തി അവിടെ വീണു. മീൻസ് അദ്ദേഹം വെടിവെച്ചതിനെ. എന്തുകൊണ്ട് ആ മനുഷ്യൻ ഓടിയില്ല? തൻ്റെ കയ്യിലിരിക്കുന്ന വേപ്പനെ, ആ ഗണ്ണിനെ ആ മനുഷ്യന് വിശ്വാസമുണ്ട്. എൻ്റെ നേരെ എന്ത് വരുന്നു എന്നുള്ളതല്ല, എനിക്ക് ലോഡ് എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണെന്നുള്ള കാര്യം തിരിച്ചറിവുള്ള ആ മനുഷ്യൻ നിന്നപോലെ ഒരു ദൈവം നിൽക്കണം. നിന്റെ എനിമി ഏതാണെന്നുള്ളതല്ല നീ നോക്കേണ്ടത്, നിന്റെ പക്കലുള്ള ആയുധം. അതിന്റെ ശക്തി തിരിച്ചറിയാത്തോളം കാലം
നീ ഓടും, നീ മരത്തെ കയറും, നീ ഇല്ലാത്ത വഴികളെല്ലാം നോക്കും, ഇല്ലാത്ത എല്ലാം വിളിച്ചു പറയും, കരയും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ വെപ്പന്റെ ശക്തി തിരിച്ചറിയുന്ന ഒരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ധൈര്യമായിട്ട് അവിടെ നിൽക്കും. എങ്കിലോ ഒരു ദൈവം ഇതിൽ എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ്, എന്റെ ദൈവത്താൽ അസാധ്യമായത് വല്ലതുമുണ്ടോ? എങ്കിലോ ഒരസാധ്യവുമില്ലെന്നേ. നമ്മൾ ഭയപ്പെടരുത്, നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം. കടന്നു പോകുന്നല്ലോ, പെട്ടെന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്കിലോ നമ്മൾ ഈ സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഭാഗം രാവിലെയാണ് പറഞ്ഞത്, സങ്കീർത്തനം എടുക്കുന്നില്ല. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കി എന്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അപ്പം കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. താങ്ക് യു. എത്ര പേര് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്? എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ആരും ഫ്ലൈറ്റ് കയറിയിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. നമ്മൾ ആ ഫ്ലൈറ്റിൽ ഇരുന്ന് താഴോട്ടൊന്ന് നോക്കിയാലോ, അവിടെ നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. വി നോ ദാറ്റ്. ഓക്കെ, നമുക്കത് വ്യക്തമായിട്ടറിയാം. പക്ഷെ നമ്മൾ അവിടെ ഒന്ന് പേടിക്കാറുണ്ടോ? നമ്മൾ അവിടെ ഒന്ന് പേടിക്കാറില്ല. നമുക്കൊരു ബോൾനെസ് ഉണ്ട്, നമുക്കൊരു ഉറപ്പുണ്ടെന്നേ. ചാടി ബോർഡിംഗ് പാസ് കിട്ടി കഴിയുമ്പോഴത്തേക്കാണ് വിളിച്ചു കഴിയുമ്പോഴേ ചാടി ഓടി കയറി പോവുക. എങ്ങോട്ട്? ഫ്ലൈറ്റേ കയറാൻ പേടിയുള്ളവനാണ് പോവും. നമ്മൾ പോവാ, പെട്ടിയെടുത്തോണ്ട് ഓടി പോവാ കയറാനായിട്ട്. എന്താ ഈ 4000 എൻ്റെ ഓർമ്മ ശരിയാണ്, 4000 അടി ഉയരത്തിൽ കൂടെ പോകാൻ വേണ്ടി പോവാ, പൊങ്ങി പോവാ. 4000 അടി, അയ്യോ, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വല്ലതും കാണുമോ? പക്ഷെ എന്താണ് അവിടെ? ഒരു വിശ്വാസം, ഒരു ഉറപ്പുണ്ട്. ഞാൻ കയറുന്ന ഈ ഫ്ലൈറ്റ് അതെന്നെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എന്നെ എത്തിക്കും. അതുപോലെ തന്നെ നിന്റെ ദൈവത്തിലൊരു വിശ്വാസം. കൂരിൽ താഴ്വരയിൽ കൂടെ നീ നടക്കും, അതൊന്നും പോകത്തില്ല എന്നല്ല. ഈ ഫ്ലൈറ്റ് എങ്ങനെയാ പോകുന്നത്? ഇത്രോ ഉയരത്തിൽ കൂടി ഉള്ളതായ അല്ലെങ്കിൽ എയർ ബാഗിനകത്തൊക്കെ പോകാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്കാവുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഇച്ചിരി പെട്ടെന്ന് പൊങ്ങി താഴ്ന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ നമുക്കറിയാം ഈ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്ക്. എങ്കിൽ എന്നാൽ നമ്മൾ ഭയപ്പെടാറുണ്ടോ? ഇല്ല, നമുക്കൊരു ബോൾനെസ് ഉണ്ട്. അതൊക്കെ നോർമലാ. നീ ഈ കൂരിൽ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കൂടെ പോകുമ്പോഴും നീ ഒന്ന് മനസ്സിലാക്കണം, നിന്നോടുകൂടി ആരാ ഉള്ളതെന്നുള്ള കാര്യം. നിന്റെ ദൈവം ആരാണോ ഉള്ളതെന്നുള്ള കാര്യം നീ ഒന്ന് തിരിച്ചറിയണം. നിന്റെ ദൈവത്തിലുള്ളൊരു വിശ്വാസം. ഈ ഫ്ലൈറ്റിനെ നിനക്ക് വിശ്വസിക്കാവുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ദൈവത്തെ നിനക്ക് വിശ്വസിക്കാൻ മേലേ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മളൊന്ന് വിശ്വസിച്ചുകൂടെ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഭയപ്പെടരുത്. നീ അവിടെ ബോൾഡായിട്ട് നിൽക്കണം, ഉറപ്പുള്ളവനായിട്ട് നിൽക്കണം, ധൈര്യത്തോടു കൂടെ നിൽക്കണം. എങ്കിലോ ഞാൻ അതും ആ ഭാഗവും ഞാൻ ഇവിടെ നിർത്തുക. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്താം. എങ്കിലോ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗ് ലാസ്റ്റ് അല്പം പ്രാർത്ഥിക്കേണ്ടതായ ഒരു വിഷയം, അത് മാത്രം ഞാനൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഗം ഒന്നെടുത്ത് പറയുക. നമുക്കറിയാം ഈ യാക്കോബിൻ്റെ ഭാര്യയായിരുന്ന റേച്ചൽ, റാഹേൽ, എന്തുകൊണ്ടാണ് പ്രായം ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിൽ അവൾ പെട്ടെന്ന് മരിച്ചു പോയത്? Why she died? മക്കളെ തന്നില്ലെങ്കിൽ മരിക്കും. എന്താ മക്കളെ തന്നില്ലെങ്കിൽ എന്താ? അങ്ങനല്ല, മോഷ്ടിച്ചു. One of the reason. അത് one of the reason. Thank you, Lord. Okay. അതായത് റേച്ചല്, അതായത് യാക്കോബിന്റെ ഭാര്യയായിരുന്ന റേച്ചല്, ആദ്യത്തെ പുത്രനായിരുന്നു ആരായിരുന്നു? ജോസഫ്. റേച്ചലിന്റെ ആദ്യത്തെ മകൻ ജോസഫ്, രണ്ടാമത്തെ മകൻ ബെന്യാമിൻ. ബെന്യാമിന്റെ ജനനത്തോടു കൂടിയാണ്
ഈ റേച്ചല് മരിക്കുന്നത്. എന്തുകൊണ്ട് അവൾ മരിച്ചു? എനിക്കില്ല. നമുക്ക് വായിക്കാം. അതായത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. 31-ന്റെ 32. പക്ഷേ നിന്റെ പുത്രിമാരെ നീ എൻ്റെ പക്കൽ നിന്ന് അപഹരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടിരിക്കരുത്. എൻ്റെ പക്കൽ നിന്റെ വക ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ ആര് പറഞ്ഞു? യാക്കോബ്. മനസ്സിലായോ? നമ്മുടെ വാക്കിന്റെ പവർ മനസ്സിലായോ? യാക്കോബ് ഒരു കാര്യം അവിടെ ഡിക്ലെയർ ചെയ്തു. ജീവനോടെ പറ. ആരെ എല്ലാവരും സ്റ്റണ്ണായിട്ടിരിക്കുന്നു? പറ. ജീവനോടിരിക്കരുത്. റീസൺ മനസ്സിലായോ? ഒരു ദൈവത്തിന്റെ അഭിഷക്തൻ പറഞ്ഞ കാര്യമാണ്. ആരുടെ പക്കലാണ് ഉള്ളത്? റാഹേലിന്റെ പക്കൽ ഈ ഗ്രഹബിംബം ഇരിക്കുക. അവൾ ജീവനോടെ ഇരിക്കരുതെന്ന് ആര് പറയൂ? അവളുടെ ഭർത്താവായ യാക്കോബ് അറിയാതെ പറഞ്ഞു പോവുക. ആ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് യാക്കോബും വ്യസനിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾ. സമയം കുറവുണ്ട്, ഞാനിവിടെ നിർത്തുക. ശ്രദ്ധിക്കുക. എനിക്കല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിൽ കൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറയുന്നതായ വാക്കുകളെ, താങ്ക് യു ജീസസ്, നീ ഭൂമിയിൽ കെട്ടുന്നതിനെ സ്വർഗത്തിലും, നീ ഭൂമിയിൽ അഴിക്കുന്നതിനെ സ്വർഗത്തിലും അഴിയപ്പെടും. ഈ രണ്ടധികാരവും നമുക്കുണ്ട്. കെട്ടാനും അഴിക്കാനും ഉള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? ആണോ അനിൽ ബ്രദറെ? നമ്മൾ അറിയാതെയോ, യാക്കോബ് ഇവിടെ അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്. യാക്കോബ് പറഞ്ഞുകൊണ്ടാണോ പറഞ്ഞത്? ഈ റേച്ചലിന്റെ പക്കൽ ഈ ബിംബം ഉണ്ടെന്ന് യാക്കോബ് വല്ല പ്രതീക്ഷിച്ചോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവൻ ഡിക്ലെയർ ചെയ്തു പോയി. അവൻ പറഞ്ഞു പോയി. നമ്മുടെ വാക്കിൽ കൂടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനെ അഴിക്കാൻ ആർക്കേ പറ്റുള്ളൂ? നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നീ കെട്ടുന്നതിനെ നീ അഴിക്കണം. അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ നീ അനുവദിക്കരുത്. ഇന്ന് അതായിരിക്കണം നടക്കേണ്ടത്. ഇന്ന് നമുക്ക് അഴിക്കണം. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് ദൈവഹിതമല്ലാത്തത് നമ്മൾ സംസാരിച്ചതിനെ ഇന്ന് നമുക്ക് അഴിക്കണം. ആ ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്തണം. താങ്ക് യു. ഈ വചനങ്ങൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാട്ടെ.